സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജ്. കക്കാടൻ നന്ദനാഥ് രാജ് എന്ന KN രാജാണ് 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. മലയാളിയാണ് KN രാജ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തിൽ ആണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനില് 1959 ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയത്. രാജസ്ഥാനില് 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 73ാമത്തെ ഭേദഗതിയാണ്. 73ാമത്തെ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 1992 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. വർഷം 1959. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഓക്സിജൻ. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏതാണ്? ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ഇനി യുറാനസ് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹെർഷൽ ആണ്. വില്യം ഹെർഷൽ ആണ് യുറാനസ് കണ്ടുപിടിച്ചത്. ഏത് വർഷം? 1781. അപ്പൊ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. 1781 വില്യം ഹെർഷൽ ആണ് യുറാനസ് കണ്ടുപിടിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആയിരുന്നത് ഫസൽ അലിയാണ്. ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. ഫസൽ അലിയായിരുന്നു അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1953 ആണ്. 1953. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളായിരുന്നത് 3 പേര്. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ എന്നിവരാണ്. ഫസൽ അലിയായിരുന്നു അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1953 ആണ്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്.
നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. ബക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതിർത്തിയിലാണ് സത്ലജ് നദിയിൽ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് എന്ന് ചോദിച്ചാലും ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. പഞ്ചാബിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതിർത്തിയിൽ സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി. ആദ്യഘട്ടം ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1969 ജൂലൈ 19 1969 ജൂലൈ 19 ആദ്യഘട്ടം ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 50 കോടി രൂപയ്ക്ക് മേല് നിക്ഷേപമുള്ള ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 14 ബാങ്കുകൾ. രണ്ടാമത്തെ ഘട്ടം ബാങ്ക് ദേശസാൽക്കരിച്ചപ്പോഴും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1980 രണ്ടാമത്തെ ഘട്ടത്തിൽ 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അടുത്ത ചോദ്യം, കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. കാശിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? ആസാമിലാണ്. ആസാം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ശുക്രൻ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 ആണ്. 8. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. SBI. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ്. DNA പൂർണ്ണരൂപം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA പൂർണ്ണരൂപം. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. മണിമേഖല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. MN റോയ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നത് ലൂണി നദിയാണ്. ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേര്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരവുമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്.
പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ആണ് സെറാമിക് ഗ്ലാസ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നതാണ് ചോദ്യം. ഐരാപുരമാണ്. എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ ഐരാപുരം. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. ISROയുടെ ആപ്തവാക്യം. ISROയുടെ ആപ്തവാക്യം മാനവരാശിയുടെ സേവനത്തിനായി എന്നതാണ് ISROയുടെ ആപ്തവാക്യം. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ ഏതാണ്? ആറളം വന്യജീവി സങ്കേതത്തിന് സമീപത്തൂടെ ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ. വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. വ്യവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹാലനോബിസ് മോഡൽ എന്നും അറിയപ്പെടുന്നത്. മഹാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായിക പദ്ധതി മഹാലനോബിസ് മോഡൽ എന്നെല്ലാം അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ. ഈ ഒരു ചോദ്യത്തിൽ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, ഗാന്ധിജി പങ്കെടുത്തത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാമത്തേതാണ്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇടമലക്കുടിയിലെ പ്രധാന ആദിവാസി വിഭാഗം ഏതാണ്? മുതുവാനാണ്. ഇടമലക്കുടിയിലെ പ്രധാന ആദിവാസി വിഭാഗം മുതുവാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടമലക്കുടിയിലെ പ്രധാന ആദിവാസി വിഭാഗമാണ് മുതുവാൻ. അടുത്ത ചോദ്യം, സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. റെനെ ലെനക്ക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. മഴവില്ലിന്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏതാണ്? മഴവില്ലിന്റെ പുറം വക്കിൽ കാണുന്ന നിറം ചുവപ്പാണ്. മഴവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്. അകം വക്കിൽ ഏത് നിറമാണ്? വയലറ്റ് ആണ്. വയലറ്റ്. ഇനി നടുക്കായിട്ട് കാണപ്പെടുന്നതാണ് പച്ച. നടുക്ക് പച്ച. പുറം വക്കില് ചുവപ്പ്, അകം വക്കില് വയലറ്റ്, നടുക്ക് പച്ച. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അരുണൻ എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസ്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907. 1907 പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ആരുടെ ബഹുമാനാർത്ഥമാണ് ഇത് സ്ഥാപിച്ചത്? APJ അബ്ദുൽ കലാമിന്റെ ബഹുമാനാർത്ഥമാണ്. APJ അബ്ദുൽ കലാം. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനം. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്.
പെരിസ്റ്റാൾസിസ്. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ്. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. സാന്തോഫിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഇരവികുളമാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. ഫോസിലുകളില്ലാത്ത ശിലകൾ. ഫോസിലുകളില്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. പ്രാഥമിക ശിലകൾ അല്ലെങ്കിൽ അടിസ്ഥാന ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകളിൽ ഫോസിലുകൾ കാണപ്പെടുന്നില്ല. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്? ഓസോൺ ദിനം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ചെമ്പ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. പാലക്കാട്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മുണ്ടേരിക്കടവ് കണ്ണൂരാണ്. കണ്ണൂരാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ല. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്? മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ. ഫോസിലുകൾ കാണപ്പെടുന്നത് ഏത് ശിലയിലാണ്? അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്. അവസാദ ശിലകൾ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം? കാലാഹിരൺ IM വിജയനാണ്. IM വിജയൻ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. ഗാന്ധിജി ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴത്തെ പാളി. അതുപോലെ മഴ, മേഘങ്ങൾ, കാറ്റ്, കാലാവസ്ഥ എന്നിവയെല്ലാം ഉണ്ടാകുന്നത് ഇവിടെയാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ട്രോപ്പോപാസ് ആണ്. അടുത്ത ചോദ്യം, ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം? ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയാണ് മാജുലി. അസമില് ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്.
ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നീലഗിരി താറാണ്. നീലഗിരി താർ. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ. പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ്. കാലിയം. കെ പൊട്ടാസ്യത്തിന്റെ പ്രതീകമാണ് കെ. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം 1968. 1968. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? മൂക്കുത്തി സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ചത് കുമാരനാശാനാണ്. കുമാരനാശാൻ. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? റേവ സോളാർ പാർക്ക് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആരായിരുന്നു? ആർ ശ്രീലേഖ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി വളപട്ടണം പുഴയാണ്. വളപട്ടണം പുഴ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപട്ടണം പുഴ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. കോളറയ്ക്ക് കാരണമാകുന്നത് വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറ. ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത്? മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത്. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട്. മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ 2 ഭാഗങ്ങളാണ്? മുത്തങ്ങ, തോൽപ്പെട്ടി. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളാണ് മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം ഏത്? കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആദ്യത്തേതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ്. 2ാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? വടക്കേ അറ്റം ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം തെക്കേ അറ്റം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം. മഴ നിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? മഴ നിഴൽ പ്രദേശം ചിന്നാറാണ്. ഇടുക്കി ജില്ലയില് ചിന്നാറാണ് കേരളത്തിലെ മഴ നിഴൽ പ്രദേശമായ വന്യജീവി സങ്കേതം. 2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത്.
കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. നീൽ ദർപ്പൺ ഏതു തരം രചനയാണ്? നീൽ ദർപ്പൺ നാടകമാണ്. നാടകം. ബംഗാളിൽ കർഷകർ സംഘടിച്ച നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ബംഗാളിൽ. എവിടെയാണ്? ബംഗാളിൽ കർഷകർ സംഘടിച്ച നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1859. 1859. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? BN ധർ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? പാർവതി നെന്മണി മംഗലമാണ്. പാർവതി നെന്മണി മംഗലം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. 2010. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്. പരുത്തി. കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് എന്ന്. കേരളത്തിന്റെ 14ാമത്തെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് രൂപം കൊണ്ടത് 1984 മെയ് 24. 1984 മെയ് 24. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോറ. മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിത ആര്? മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിതയാണ് പ്രതിഭ റായ്. പ്രതിഭ റായ്. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ ആണ്. ഹാരോൾഡ് വിൽസൺ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനി നദിയിലാണ്. ഭവാനി നദി. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ. അവസാനത്തെ ചോദ്യം. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാടിയാണ്. മേപ്പാടി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.